അബ്ദുറഹീം. ഇപ്പോൾ അബ്ദുറഹീമിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ. അബ്ദുറഹീം സൗദിയിൽ നിന്ന് ജയിൽ മോചിതനായി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ യൂസഫ് അലി വീട് വെച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു 34 കോടിയുടെ ഫണ്ട് ശേഖരണം നടക്കുമ്പോൾ തന്നെ യൂസഫ് അലി എന്ത് കൊടുത്തു, എത്ര സംഭാവന ചെയ്തു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച വളരെ സജീവമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ബോച്ചെ എന്ന ഈ ഒരു ഫണ്ട് ശേഖരണത്തിലെ സ്റ്റാർ. കാരണം ബോച്ചെ തെരുവിലിറങ്ങി പിച്ചെടുത്തത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഫണ്ട് രൂപീകരിക്കാൻ പറ്റിയത്. പക്ഷേ ഇതിൽ അബ്ദുറഹീം ലീഗൽ കമ്മിറ്റിയൊക്കെയാണ് ഈ ഒരു ആപ്പും ഈ ഒരു ക്രൗഡ് ഫണ്ടിങ് ആശയമൊക്കെ മുന്നോട്ട് വെച്ചെങ്കിലും അതിന് കുറച്ച് സ്പീഡ് കൂട്ടിയത് ബോച്ചെ ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ ബോച്ചയും അബ്ദുറഹീമിൻ്റെ ഉപജീവനത്തിനായിട്ട് ബോച്ചെ ടീയുടെ ഒരു ഫ്രാഞ്ചൈസി കട ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. 34 കോടി രൂപയൊക്കെ വളരെ സിമ്പിളായിട്ട് മലയാളികൾ പിരിച്ച് അബ്ദുറഹീമിനെ ആ കൊലക്കാരിൽ നിന്ന് രക്ഷിച്ച് സ്വന്തം ഉമ്മയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. മലയാളിയാണെന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം.